ഒരു തീവ്രവാദ മുസ്ലിമിനെ തീവ്രവാദി ആണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ഇവരത് ചെയ്യുന്നില്ല, ഇവരിതിൽ മറച്ചു വെക്കുന്നു. അവിടെയാണ് ജനം ടി വി അത് വ്യത്യസ്തരാകുന്നത് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇത് പച്ചയ്ക്ക് പറയേണ്ടതിന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഓ അബ്ദുള്ളക്ക് മറ്റ് ചാനലുകൾ കൊടുത്താലെങ്കിലും മതിയായിരുന്നു. അതുപോലും ഇല്ല. കാരണം അങ്ങനെ കൊടുത്താൽ പോലും ആ ചോദ്യം ചോദിച്ചാലല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പോ എന്തെങ്കിലും പറയുന്നല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഉത്തരം വരുന്നത്, അതുകൊണ്ടാണ് അത് വാലിഡ് ആവുന്നത്, അതുകൊണ്ടാണ് അത് വാല്യുബിൾ ആവുന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്തരം സംവാദങ്ങൾ ഞങ്ങൾ നിരന്തരം സംഘടിപ്പിക്കുന്നത്. അല്ലാതെ മുസ്ലിം സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനോ അല്ല. എന്തായാലും ഞാനൊരു കാര്യം ഇവിടെ സമ്മതിക്കുകയാണ്. കാരണം ഇവിടെ എന്നേക്കാൾ കൂടുതലും അത് അറിയുന്ന ആളാണ് അബ്ദുള്ള, ഞാനും സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇത് ഇസ്ലാം പറയുന്ന കാര്യം എന്താണ്? ഇത് ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ലളിതമായ സംഗതിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഖുറാനിൽ കൂടെ പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ലളിതമായ സാധനമാണെന്നുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലായത്. അതല്ല ഇനി അബ്ദുള്ള സമ്മതിക്കട്ടെ, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അറബി അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊരു വാദം അബ്ദുള്ളക്ക് ഉണ്ടെങ്കിൽ അത് അള്ളാഹും അബ്ദുള്ളയും കൂടി തീരുമാനമായിക്കോട്ടെ. കാരണം ഖുറാനിൽ പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലായതാണ്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധി പഠിച്ചു തന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി.